നല്ലോണം പഴുത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കൂലേ. ഞാൻ നോക്കുമ്പോൾ മേശപ്പുറത്തെ കൊട്ടയിലുണ്ട് 3 പഴുത്ത പഴം കിടക്കുന്നു. അപ്പോൾ കരുതി ഇന്ന് വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാമെന്ന്. പഴംപൊരിയുടെ റെസിപ്പിയൊന്നും പിന്നെ ഞാൻ ആർക്കും പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ലേ. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരം എന്ന് പറയുന്നത് പഴംപൊരി ആയിരിക്കും. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ആ റെസിപ്പി ഒന്ന് പറയാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇടുക, പഞ്ചസാര ഇടുക, ഉപ്പിടുക. പിന്നെ അത് വെള്ളം എടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ആ മിക്സിംഗ് ആണ് കേട്ടോ മെയിൻ. കാരണം നന്നായിട്ട് ഇളക്കിയാലേ ഉള്ളൂ മൈദ കട്ട പിടിക്കാണ്ട് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പഴംപൊരി നന്നാവുള്ളൂ. എനിക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ട്, എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീൻചട്ടി എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അത് ചൂടാകാൻ വെക്കുക. അപ്പോഴത്തേക്ക് പഴം എടുത്തിട്ട് നല്ലോണം ഇതിപ്പം നമ്മൾ ചായക്കടയിലൊന്നും കിട്ടുന്നത് പോലെ വലിയ പഴംപൊരി ഒന്നുമല്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ കുഞ്ഞി പഴംപൊരിയാണ് ഉണ്ടാക്കൽ. അപ്പോൾ പിന്നെ ഒരു പഴം എടുക്കുക, 2 കഷ്ണമായി മുറിക്കുക, പിന്നെ അത് വീണ്ടും 3 കഷ്ണമാക്കുക. അങ്ങനെ ഒരു പഴം കൊണ്ട് തന്നെ നമുക്കൊരു 6 പഴംപൊരി ഉണ്ടാക്കാം. പിന്നെ എന്താ വെച്ചാൽ ഈ പഴമൊക്കെ മുറിച്ച് വെച്ചത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ മൈദേൻ്റെ മിക്സിൽ മുക്കുക, നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് കോരിയിടുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൈദേൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴംപൊരി അത്യാവശ്യം ക്രിസ്പി ആയി കിട്ടും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണമെങ്കിൽ ദോശേൻ്റെ മാവൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും. ദോശേൻ്റെ മാവുള്ള സമയത്ത് അങ്ങനെ ഉണ്ടാക്കി നോക്കലുണ്ട്. ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശേൻ്റെ മാവിലേക്ക് കുറച്ച് മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പഴം അതിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് കോരിയെടുക്കുക. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാനിവിടെ നല്ല പഴുത്ത പഴം എടുത്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അടിപൊളി കഴിഞ്ഞു. നല്ല കട്ടൻ ചായയും അതിൻ്റെ കൂടെ ഇങ്ങനെ പൊരിച്ചെടുത്ത പഴംപൊരി അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും വൈകുന്നേരം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിലേ ഉള്ളൂ പഴംപൊരി ഇത്രയും സക്സസ് ആയിട്ട് വരുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം.